Hi all, welcome to Competitive Cracker. ഞാൻ ശരണ്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായേണ്ട നമ്മളെ കേട്ടറ്റിനെ കുറിച്ചാണ് അല്ലേ. കേട്ടറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു, കുറേ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നു, കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ട് ആൻസർ കീ ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ അല്ലേ. നമ്മൾ കുറേ ആൻസറൊക്കെ മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരും കംപ്ലയിൻറ്റ് ഫോമൊക്കെ ഫില്ല് ചെയ്ത് അയച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി മാർക്ക് കുറഞ്ഞ കുറേ പേരുണ്ടാവും അല്ലേ, അവരിനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഓരോ സബ്ജക്റ്റും നിങ്ങൾക്കറിയാം. ഇപ്പോൾ K1 K2 നോക്കുകയാണെങ്കിൽ K3 പൊതുവേ ഈസി ആയിരുന്നു അല്ലേ. സൈക്കോളജി പാർട്ടൊക്കെ K3 പൊതുവേ ഈസി ആയിരുന്നു. പിന്നെ സബ്ജക്റ്റ് ഏരിയ ഓരോരുത്തരെ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതനുസരിച്ച് മാറി മാറി വരും. എന്നാലും K3 ജനറൽ പാർട്ട് നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു, K1 K2 ഈസി ആയിരുന്നു അല്ലേ. ആ ജനറൽ പാർട്ടിലെ മാർക്ക് തന്നെ മതി നമുക്ക് എന്ത് സ്കോർ ചെയ്യാൻ, കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി K1 K2 എഴുതുന്നവരെ സംബന്ധിച്ച് അവരിനി എങ്ങനെ തുടങ്ങണം അല്ലേ, അല്ലെങ്കിൽ പുതിയ കുറേ ആളുകൾ പഠിച്ച് തുടങ്ങുന്നുണ്ടാവും, അവരിനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ K1 സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവേ ടഫായിട്ട് വന്ന് നിങ്ങൾക്ക് ഏത് ഭാഗമായിരുന്നു, സയൻസ് ആയിരുന്നു അല്ലേ. ബാക്കി സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ, ബാക്കി പാർട്ടുകൾ നോക്കുകയായിരുന്നെങ്കിൽ ഏതാണ്, സയൻസിൻ്റെ ഏരിയ ആണ് പൊതുവേ എല്ലാവരും എന്താണെന്ന് പറഞ്ഞത്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് അല്ലേ. അത് കൂടുതൽ എന്ത് കയറി വന്നു, പെഡഗോഗി പാർട്ട് കയറി വന്നു. അപ്പോൾ നമ്മളിനി അടുത്ത എക്സാം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതിനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക, പെഡഗോഗി പാർട്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ സൈക്കോളജി ഒന്നും അത്ര ബുദ്ധിമുട്ടായിരുന്നില്ല, ലാംഗ്വേജ് ഏരിയയും അത്ര ബുദ്ധിമുട്ടൊന്നും ആയിട്ട് വന്നില്ല. പിന്നെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലാണ് പറഞ്ഞത്. ചിലവരെന്താണ് നല്ല ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈസി എന്നതിനേക്കാൾ കൂടുതൽ കുറച്ചെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, അതായത് ഒരു 20 മാർക്കിൻ്റെ അടുത്ത്, ഒരു 20 മേഖല 25-നുള്ളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. കുറേ പേർക്ക് എന്താണ് മാത്സ് അവിടെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം അതേ ലെവലിലൊക്കെ തന്നെ വന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അല്ലേ. പെഡഗോഗി പാർട്ടായാലും ശാസ്ത്രജ്ഞന്മാരുടെ പാർട്ടായാലും എല്ലാം ഒരുവിധം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ ഏരിയയും ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരുന്നു എവിടെ വന്നത്, കേട്ടറ്റിന് വന്നിരുന്നത്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവർ, ആദ്യമായിട്ട് കേട്ടിട്ട് എഴുതുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പം BEd കംപ്ലീറ്റ് ആയത്, അതായത് 3rd സെം ഒക്കെ കഴിഞ്ഞവർക്ക് ഇനി എഴുതാം, അല്ലെങ്കിൽ TTC BEdകാർക്ക് K1 എഴുതാൻ പറ്റില്ല, TTCക്കാർക്കാണ് K1 എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഇനി അടുത്ത ഇതിന് വേണ്ടിയിട്ട് അടുത്തൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും നോക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. K1 സംബന്ധിച്ച് ഞാൻ പറഞ്ഞു മാത്സും അതുപോലെ ബാക്കി പാർട്ടുകളൊക്കെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു വന്നത്. സയൻസ് ആയിരുന്നു അതിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക, എന്താണ് വ്യത്യാസം വന്നത്, കഴിഞ്ഞ എക്സാമിനേക്കാൾ ഈ ഒരു എക്സാം വന്ന സമയത്ത് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അതാദ്യം എന്ത് ചെയ്യുക, നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കിയിട്ട് K1 പഠിക്കാം. ഇനി K2 സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ K2 സയൻസുകാരും ഉണ്ടാവും, അതേപോലെ തന്നെ ഏതാ ഉണ്ടാവണേ, സോഷ്യലുകാരും ഉണ്ടാവും അല്ലേ. സയൻസിൽ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് വന്നൊരു പാർട്ടായിരുന്നു ഇത് K2. ബാക്കി എല്ലാ പോർഷൻസും ഒരുവിധം കുഴപ്പമില്ലാതെ എല്ലാവരും 20 അല്ലെങ്കിൽ 20-നടുത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ മാത്സിൽ പലർക്കും 10 മാർക്ക് അല്ലേ, 10-ന് ചോട മാർക്കൊക്കെയാണ് പലർക്കും നേടിയത്. ഒരുപാട് പേര് വിഷമത്തോടെ ഇപ്പോഴും വിളിക്കാറുണ്ട് മാത്സിന് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞങ്ങൾ അത്രയും ചെയ്ത് നോക്കിയിരുന്നു ഒക്കെ. പക്ഷേ മാത്സിന് എന്താ പറ്റിയത്, അതിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് മാറി വന്നു. LCM ഒക്കെ ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം ഭിന്നസംഖ്യകൾ തന്നു. LCM ആണ്, നമുക്കത് മനസ്സിലാവുന്നുമില്ല അല്ലേ. അപ്പോൾ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ ചിത്രങ്ങൾ പാർട്ടൊക്കെ, അതായത് ജോമെട്രി, ഇപ്പോൾ ചിത്രമൊക്കെ ചതുരവും വരച്ച് അതിൻ്റെ ഏരിയ കാണാൻ, അതിനുള്ളിൽ ത്രികോണം വന്ന് അതിൻ്റെ ഏരിയ ഒക്കെ കാണാൻ, അങ്ങനെയുള്ള പാർട്ടുകളൊക്കെ അവിടെ എന്തായിരുന്നു, ഈസി ആയിരുന്നു. പക്ഷേ ശരാശരി ഇതേപോലുള്ള LCM കാണുന്നത് ഒക്കെ എന്താണ്, ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്തു, ഒന്ന് വളഞ്ഞ് ചോദിച്ചു. അതാണ് K2 ഉണ്ടായത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരിക അല്ലെ. ക്ലോക്കിൻ്റെ ചോദ്യവും ഒക്കെ എന്താണ്, ക്ലോക്ക് സാധാരണ നമ്മൾ പ്രതിബിംബം കാണുക അല്ലെങ്കിൽ കോണളവ് കാണുക അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരാറ്. പക്ഷേ ഇതെന്ത് ചെയ്തു, ഒന്ന് മാറിയിട്ടാണ് ഈ ഒരു ഭാഗ്യം ഈ ഒരു സമയത്ത് ഏതിന് വന്നത്, K2 മാത്സ് വന്നത്. ഓക്കെ, അതേപോലെ തന്നെ സയൻസും ബാക്കിയുള്ള പാർട്ടുകളൊക്കെ കുറേ പ്രീവിയസ് തന്നെയായിരുന്നു. സൈക്കോളജി നല്ല ഈസി ആയിരുന്നു. പൊതുവേ വലിയ ബുദ്ധിമുട്ട് K2 സയൻസിനെ സംബന്ധിച്ച്
ബുദ്ധിമുട്ടായി വന്നൊരു പാർട്ട് മാത്സ് മാത്രമായിരുന്നു. പിന്നെ സോഷ്യലുകാർക്ക് എന്താണ്, സോഷ്യലുകാർക്കും വലിയ കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യപേപ്പർ തന്നെയായിരുന്നു ഇത് ഈ തവണ K2 സോഷ്യലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെ എനിക്കിത് പറയാൻ പറ്റണമെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ 2 or 3 തവണ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് ചോദ്യം വന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ആ രീതിയിൽ ആണ് ഞാൻ അനലൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനിതെങ്ങനെ കണ്ടുപിടിക്കുന്നു, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഇനിയിപ്പോൾ അടുത്ത തുടക്കത്തിന് അല്ലേ, പുതിയ കേട്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ലൊരു തുടക്കം കിട്ടണം. പുതിയ ആളുകളാണെങ്കിൽ അല്ലെ പഴയ ആളുകൾ കുറേ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്, അവർക്ക് ഇനി ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ K3യെ സംബന്ധിച്ച് സൈക്കോളജി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല, കാരണം നിങ്ങൾ പഠിച്ച അതേ മീഡിയത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. പക്ഷേ K1 ഉം K2 നമ്മൾ മലയാളത്തിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷേ K3 അങ്ങനെയല്ല, ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ 40 മാർക്കിന് ചെയ്ത് വരുന്നുണ്ട്, സൈക്കോളജി വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 80 മാർക്കിനാണ്. ആ 80 മാർക്കിലെ 30 മാർക്കും ഏതുണ്ട്, പെഡഗോഗി ഉണ്ട്. അപ്പോൾ K3 പാസ്സാവുക എന്ന് പറഞ്ഞാൽ K1 K2നെക്കാട്ടും കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പാറ്റേൺ, പുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അങ്ങനെ എന്ത് ചെയ്യുക, പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത കേട്ടറിന് വേണ്ടിയിട്ടുള്ള പഠനം ഇപ്പം തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഡിപ്രഷൻ അടിച്ചിരുന്നതുകൊണ്ടോ നാട്ടുകാരെന്ത് പറയുമെന്ന് വിചാരിച്ചിരുന്നതുകൊണ്ടോ അല്ലേ, കുറേ പേര് അങ്ങനെയുണ്ട്. ഇനി ഞാൻ എക്സാം എഴുതിയാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, നമ്മൾ നാട്ടുകാരെ കാണിക്കാനല്ല അല്ലേ, നമുക്കിതൊക്കെ എന്ത് ചെയ്യണം, ഈ എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യണം, നമ്മൾ ആരോടും പറയാനും പോകണ്ട അല്ലേ, നമ്മളാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് എടുക്കുക. അടുത്തൊരു നല്ല തുടക്കത്തിനായിട്ട് ഞങ്ങളിവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലെ അധ്യാപകർ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളിവിടെ കോഴ്സ് അടുത്ത കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, K3യിലെ എല്ലാ സബ്ജക്റ്റും ഏതാ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സോഷ്യൽ, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്. ഇനി സൈക്കോളജിക്ക് മാത്രം ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, സൈക്കോളജി. പിന്നെ K3 ഹിന്ദി, അറബിക്, ഇത്രയും പാർട്ട് ഏതുണ്ട്, K3ക്ക് കോച്ചിങ് അവൈലബിൾ ആണ്. അതുപോലെ K2 സയൻസിനും K2 സോഷ്യലിനും ഇതേപോലെ തന്നെ ഇവിടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്തിനാണ് നമുക്കിവിടെ എന്തുള്ളത്, കോച്ചിങ്ങിനുള്ളത്. അപ്പോൾ ഇനി മടി പിടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തിരിച്ച് നമ്മുടെ പഠനത്തിലേക്ക് വരിക. ഇനി പുതുതായിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർ ഇനി കേട്ടിട്ട് വിളിച്ചിട്ടാവാം, അങ്ങനെ വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, മാറി വരികയാണ്. അപ്പോൾ ആ മാറി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നേരിടണമെങ്കിൽ കൃത്യമായ പ്രാക്ടീസ് ആവശ്യമാണ്. ഓക്കെ, മാത്സ് പോലുള്ള സബ്ജക്റ്റ് എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്കതിനെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട, എക്സാം വിളിക്കട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യേണ്ട, ഇന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്